ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമൻ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. മേടക്കൂറുകാർ എന്ന് പറയുമ്പം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ മേടക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വ ഏപ്രിൽ 2-ന് 12-ലേക്ക് രാശി മാറുകയാണ്. സൂര്യൻ ഏപ്രിൽ 14-ന് 12-ൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ബുധൻ ഏപ്രിൽ 11-ന് 12-ലേക്ക് രാശി മാറുന്നു. ഏപ്രിൽ 30-ന് ആ ബുധൻ ജന്മരാശിയിലേക്കും രാശി മാറും. ഗുരു 3-ല് സ്ഥിതി തുടരുന്നു. ശുക്രൻ ഏപ്രിൽ 19-ന് ജന്മരാശിയിൽ നിന്നും 2-ലേക്ക് രാശി മാറുന്നു. രാഹു 11-ലും കേതു 5-ലും സ്ഥിതി തുടരുന്നു. 12-ല് ശനി. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വയും ബുധനും 12-ലേക്ക് മാറുന്നു എന്നുള്ളതും സൂര്യൻ ജന്മരാശിയിൽ ഉച്ചരാശിയിലേക്ക് വരുന്നു എന്നുള്ളതും ശുക്രൻ ധനസ്ഥാനത്തേക്ക് രാശി മാറുന്നു എന്നുള്ളതുമാണ് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. അപ്പം നമുക്ക് ഈ ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി, പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം ജന്മലഗ്ന രാശ്യാധിപൻ ആയിട്ടുള്ള ചൊവ്വ 12-ൽ നിൽക്കുന്നു. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ 12 നിൽക്കുക എന്ന് പറയുമ്പോൾ അത്ര നല്ല സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല 12-ല് ശനി, ഏഴരശനി സമയമാണ്. അതുപോലെ സൂര്യനും ആദ്യ പകുതി 12-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. പൊതുവെ മാനസികമായിട്ട് അല്പം ടെൻഷൻ, അമിത ചിന്തകൾ, അതുകൊണ്ടുള്ള ഉറക്കക്കുറവ്. ഇപ്പം ചിലർക്ക് 5-ാം ഭാവാധിപനാണ് 12-ലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രബിൾസ്, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ ആഹാരത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ആദ്യ പകുതി സന്താനത്തിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ദൂരയാത്രകളിൽ ഒരു കെയർ വേണം. അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ച, ഇഞ്ചുറി, ചിലർക്ക് മസിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇവയ്ക്കൊക്കെ പ്രത്യേകിച്ച് ആ സൂര്യനും ശനിയും ചൊവ്വയൊക്കെ 12 നിൽക്കുക വഴി അതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുജൻ അഷ്ടമഭാവാധിപനാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12 വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് സഡൻ റിക്കവറി, റിലീഫ് സാധ്യമാകുന്ന സമയം കൂടിയാണ്. പൊതുവെ മെഡിക്കൽ എക്സ്പെൻസൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ കൂറുകാരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശനിയാണ്. ആ ശനി ഇപ്പോൾ 12 സഞ്ചരിക്കുകയാണ്. ശനി ഇപ്പോൾ കമ്പസ്റ്റിലാണ്. ആദ്യ പകുതി സൂര്യനും 12-ലാണ്. ജന്മലഗ്നരാശ്യാധിപനായ ചൊവ്വയും 12-ലാണ്. അപ്പോൾ ആ ചൊവ്വ കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയുമായിട്ട് ബന്ധമുണ്ട് 12-ൽ. അപ്പോൾ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ, എന്തെങ്കിലുമൊക്കെ ചലഞ്ചസൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അത് ചിലപ്പോൾ തൊഴിലൊരു സുഖക്കുറവുണ്ടാക്കും. വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവരുടെ മേലധികാരികളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ആ ശനിയും ചൊവ്വയൊക്കെ 12 നിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ, തൊഴിൽ മാറാനുള്ള ശ്രമം, കഴിവതും തൊഴിലിടത്ത് തർക്കങ്ങൾ ഒഴിവാക്കി പോകേണ്ടുന്ന മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണുക. കാരണം ചൊവ്വ, ശനി, അതുപോലെ സൂര്യൻ 12-ൽ നിൽക്കുന്ന സമയമാണ്.
ആദ്യ പകുതി രവിയും ശനിയൊക്കെ 12-ലുണ്ട്. ശനിയും അതുപോലെ ചൊവ്വയും 12-ലുണ്ട്. ഇവയൊക്കെ ശത്രുഗ്രഹങ്ങളാണ്. ശനി ചൊവ്വ ശത്രുഗ്രഹങ്ങളാണ്. ശനി സൂര്യനൊക്കെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ യോഗമൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഒരു പോരാട്ട സമാനമായ അവസ്ഥയാണ് ആ തൊഴിലിടത്ത് കാണുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സുഖമില്ലായ്മ ആ തൊഴിലിടത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക്കായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വർക്കിലൊക്കെ മാറ്റങ്ങൾ വരാം. ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഉയർന്ന ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. അത് മുഖാന്തരമുള്ള വർക്ക് പ്രഷർ ഈ സമയത്ത് ചിലപ്പം ഉണ്ടായെന്ന് വരാം. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അല്പം ചിലവൊക്കെ കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കുജൻ അഷ്ടമഭാവാധിപനാണ്. അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12 നിൽക്കുക, അത് വിപരീത രാജയോഗമാണ്. അത് പ്രത്യേകിച്ച് ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 11 മുതൽ 12 വരുന്നുണ്ട്. അതും വിപരീത രാജയോഗമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവസാനത്തെ പകുതിയൊക്കെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏത് പ്രശ്നങ്ങളെയും ധൈര്യമായിട്ടൊക്കെ നേരിടുന്നതിനും അതിനുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ചിലപ്പോൾ സമയത്ത് ആ വിപരീത രാജയോഗം കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രവി ശനി ചൊവ്വയൊക്കെ തന്നെ 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അതിനൊക്കെ കാര്യക്ഷമത കൂടും, വിജയത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അവസാനത്തെ പകുതി സൂര്യൻ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഉയർന്ന അധികാരമൊക്കെ ലഭിക്കുന്നതിന് സഹായകമാകും. അതേസമയം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് തൊഴിലിടത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ എന്ന് പറയുന്ന ബുധനാണ്. ആ ബുധൻ 10 വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അതുപോലെ 7-ാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിലുണ്ട്. 7-ലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആദ്യ പകുതിയൊക്കെ ബിസിനസ്സിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകും. വരുമാനം അതുപോലെ ലാഭവർദ്ധനവിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതേസമയം അവസാനത്തെ പകുതി ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ നീചരാശിയിലേക്ക് വരുന്നു, 12-ലേക്ക് വരുന്നു. അതുപോലെ 7-ാം ഭാവാധിപനായ ശുക്രൻ 2-ലേക്ക് മാറുന്നു. അത് 7-ാം ഭാവത്തിൻ്റെ അഷ്ടമമാണ് എന്നുള്ളത് കൊണ്ട് ബിസിനസ്സിൽ അല്പശ്രദ്ധ വേണം. ട്രാൻസാക്ഷൻ, പ്രത്യേകിച്ച് ഈ ക്രെഡിറ്റ് ബേസിസിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ബിസിനസ് ഡിസിഷനിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അവസാനത്തെ പകുതി എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായ ബുധൻ ആദ്യ 10-ാം തീയതി വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്തുണ്ട്. അതുപോലെ 5-ലൊക്കെ ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. അതൊക്കെ പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം പഠനത്തിന്. അതുപോലെ തന്നെ 5-ാം ഭാവാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് അനുകൂല സമയമാണ്. അതുപോലെ 9-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 9-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അതും നമുക്ക് പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ പഠനം നടത്തുന്നവർക്കും പഠനം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ആ ബുധൻ്റെ 9-ലെ ഗുരുവിൻ്റെ 9-ലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. അതൊക്കെ പഠനത്തിന് സഹായകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. 11 മുതൽ, അതായത് ഏപ്രിൽ 11 മുതൽ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 12-ലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു. എങ്കിലും 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14 മുതൽ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നു എന്നുള്ളത്, അത് പ്രത്യേകിച്ച് 5-ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമാണ് ആ ജന്മരാശി എന്ന് പറയുന്നത്. അത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ചിന്തകൾ, ക്രിയേറ്റീവ് തലത്തിലൊക്കെ വളരെ പുരോഗതി ഉണ്ടാകും. പൊതുവെ പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും. പഠനത്തിൽ വലിയ നേട്ടം ഉണ്ടാകാവുന്ന സ്ഥിതി കാണിക്കുന്നുണ്ട്. അവസാനത്തെ പകുതി നല്ല പെർഫോമൻസ് പഠനത്തിൽ കാഴ്ചവെക്കാൻ പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചരാശിയിലേക്ക് വരുന്നത് ഗുണം ചെയ്യും. അതുപോലെ നമുക്ക് ഇഷ്ട വിഷയത്തിലൊക്കെ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അവസാനത്തെ പകുതി വളരെ അനുകൂല സമയമാണ്. വിദേശത്ത് പഠനം നടത്തുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി.
ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായ ശുക്രൻ ഇപ്പോൾ ജന്മരാശിയിൽ ഏപ്രിൽ 18 വരെയുണ്ട്. ഏപ്രിൽ 19 മുതൽ ആ ധനഭാവാധിപനായ ശുക്രൻ ധനരാശിയിൽ തന്നെ ബലവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശുക്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകും. അതുപോലെ 11 രാഹു നിൽക്കുന്നുണ്ട്. അതും സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാവും. മാത്രമല്ല 11 ഗുരുവിൻ്റെ ദൃഷ്ടി ആ 11 എന്നുള്ളതും വളരെ ഗുണമാണ്. മാത്രമല്ല 9 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അത് ധനവരവ് കൂട്ടുന്നതിനും സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതിനൊക്കെ സഹായകമാകും. ഇപ്പോൾ വിദേശത്ത് നിന്ന് ധനം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതേസമയം ചില പ്രത്യേകിച്ച് ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ചൊവ്വ 12 നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് 11ാം ഭാവാധിപനായിട്ടുള്ള ശനിയും 12 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവ് ഈ ഗുരുവാർക്ക് വരും. കാരണം ജന്മരാശിയാധിപൻ 12 നിൽക്കുന്നു, 11ാം ഭാവാധിപൻ 12 നിൽക്കുന്നു, 5ാം ഭാവാധിപൻ ആദ്യ പകുതി 12 നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് അത് കൂടുന്നതിന് വഴിതെളിക്കുന്നുണ്ട്. അതുപോലെ കരിയർ തലത്തിലും ട്രാവൽ തലത്തിലും പഠനതലത്തിലും മെഡിക്കൽ തലത്തിലും ഒക്കെ തന്നെ ചിലവ് കൂടാവുന്ന സ്ഥിതിയാണ് കാണുന്നത്. ആദ്യ പകുതി സന്താനത്തിനോ അല്ലെങ്കിൽ പഠന ആവശ്യത്തിനായിട്ടോ ഒക്കെ ചിലവ് കൂടാവുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. ധനവരവ് കൂടാം എങ്കിലും അതിനതീതമായിട്ടുള്ള ചിലവ് ഉണ്ടാകാവുന്ന സ്ഥിതിയാണ്. പ്രത്യേകിച്ച് 12 ശനി, അതുപോലെ സൂര്യൻ, അതുപോലെ ചൊവ്വ, 11 ശേഷം ബുധൻ, അങ്ങനെ 4 ഗ്രഹങ്ങൾ 12 സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ചിലവ് കൂടാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചിലവ് നിയന്ത്രിച്ച് പോകേണ്ട മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മൾ വിവാഹത്തെ പറ്റിയൊക്കെ പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുകയാണ്. 18 വരെ ആ 7ാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. അതൊക്കെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് വിവാഹ നിശ്ചയത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ കുഞ്ഞുനാളിലൊക്കെ പരിചയമുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള അടുപ്പമുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ടൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വന്നെന്ന് വരാം. അതിനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ജന്മരാശിയിലെ ശുക്രൻ പൊതുവെ പ്രണയചിന്തയൊക്കെ ഉണ്ടാക്കാവുന്ന സമയം കൂടിയാണ്. ഇപ്പം മുൻകാല പ്രണയചിന്തകൾ ചിലപ്പോൾ പൊന്തി വരുന്നതിനൊക്കെ ആ ജന്മരാശിയിലെ ശുക്രൻ്റെ സ്ഥിതി വഴിതെളിക്കാം. അതുപോലെ തന്നെ ചിലർക്ക് വിദേശത്ത് തൊഴിലിടത്ത് നിന്ന് ചിലപ്പോൾ പ്രണയ പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യന് ശനിയുമായിട്ടൊക്കെ ബന്ധം 12 നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ പ്രണയ പങ്കാളിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവസാനത്തെ പകുതി 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിനായിട്ട് വരുന്നത് പ്രണയബന്ധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങൾ, പ്രണയ പങ്കാളി വഴി ഭാഗ്യനേട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രണയ പങ്കാളിയുമായി ദൂരയാത്രകൾ, അവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പ്രണയ വിവാഹത്തെ പറ്റിയുള്ള ചിന്തയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പ്, നമ്മൾ ദാമ്പത്യ ബന്ധമൊക്കെ ചിന്തിക്കുമ്പോൾ 18 വരെ ശുക്രൻ 7ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അത് ദാമ്പത്യ ബന്ധമൊക്കെ പൊതുവെ സന്തോഷകരമാക്കും. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചില ദൂരയാത്രകളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഷോപ്പിങ്ങിന് സാധ്യതയുണ്ട്. പേഴ്സണൽ ലൈഫ് സ്റ്റൈലിലൊക്കെ ചില മാറ്റങ്ങൾ, സൗന്ദര്യബോധം ഒക്കെ ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് ജന്മരാശിയിൽ ആ ശുക്രനൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയം കൂടെയാണ്. അവസാനത്തെ പകുതി സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. 7ൽ ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ദമ്പതിമാരുടെ ഭാഗത്ത് അവിടെ 7ലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും നീച ദൃഷ്ടിയാണ്, എങ്കിലും സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട്, അതുപോലെ ചൊവ്വയുടെ ദൃഷ്ടിയും 7ൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് കാണുന്നത്. ശുക്രൻ്റെ സ്ഥിതിയൊക്കെ അതിന് സഹായകമാണ്. ജന്മരാശിയിലൊക്കെ ശുക്രൻ നിൽക്കുന്നുണ്ട്. അല്പ സൗന്ദര്യബോധം ഉണ്ടാകും. അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥലത്ത് പാർപ്പിടത്തിലൊക്കെ ഉണ്ടാക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. ശുക്രൻ്റെ സ്ഥിതിയൊക്കെ അതിന് അനുകൂലമാണ്. അപ്പോൾ വീട്, വാഹനം ഇവയൊക്കെ വീട് മോടി പിടിപ്പിക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ശ്രമം ഉണ്ടാകും.
സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും. 19 മുതൽ ശുക്രൻ 2-ൽ വരുന്നുണ്ട്. അപ്പോൾ 7-ാം ഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ ആണ് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. ഏപ്രിൽ 1, 2, 6, 7, 16, 17, 28, 29, 30 ഈ തീയതികൾ പൊതുവെ മേടക്കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങൾ അത് ഒഴിവാക്കണം. അതുപോലെ നമ്മളെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ഏപ്രിൽ മാസത്തെ ആ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ്. അത് ഇപ്പോൾ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇതിന് അത് ജാതകത്തിൽ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിലൊക്കെ മാറ്റങ്ങൾ വരാം. അതുപോലെ ഞാൻ ഈ കൂറിലെ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. മേടക്കൂറിൽ ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് ലഗ്നരാശികൾ വ്യത്യാസമാകാം. അപ്പോൾ അങ്ങനെ ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മേടക്കൂറുകാർ ആ കൂറിൻ്റെ ഫലത്തോടൊപ്പം തന്നെ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്ന ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് മേടലഗ്നമല്ലാതെ മറ്റേത് ലഗ്നരാശിയാണോ വന്നിട്ടുള്ളതെന്ന് കണ്ട് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.